മലയാള സിനിമാ മേഖലയിൽ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ ആരോപണങ്ങളും കേസുകളുമൊക്കെ. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതിനു പിന്നാലെ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി പരാതിയുമായി പലരും രംഗത്തു വന്നിരുന്നു. ചിലരുടെ മൊഴികൾ ഞെട്ടിപ്പിക്കുന്നതും പലരുടെയും ഉറക്കം കെടുത്തുന്നതുമായിരുന്നു. ചിലർ കോടതിയെ സമീപിക്കുകയും ചെയ്തു. പരാതികൾ കൂടിയതോടെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ വരെ നിയോഗിച്ചു. അമ്മ എന്ന സിനിമാ സംഘടന പിരിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. മോഹൻലാൽ പ്രസിഡന്റും സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചിരുന്നു. രാജിവെച്ചെങ്കിലും ഇവർ അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്നു. 10 മാസമായി അഡ്ഹോക് കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പോലീസ് കേസുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തിയതായി അറിയുന്നു. ഈയൊരു തീരുമാനത്തിൽ സർക്കാരിനെ പരിഹസിച്ചും വിമർശിച്ചും എത്തിയിരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത്. കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് തീരുമാനം സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് പാർവതിയുടെ പ്രതികരണം. സ്റ്റോറിയിൽ മുഖ്യമന്ത്രിയെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. നമുക്കിനി കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കാരണമായ യഥാർത്ഥ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ? സിനിമാ മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യം. അതിൽ എന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത്? വലിയ ധൃതിയൊന്നുമില്ല. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 5.5 വർഷമല്ലേ ആയുള്ളൂ എന്നായിരുന്നു പാർവതിയുടെ പ്രതികരണം. മൊഴി കൊടുത്തവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണ് കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് തീരുമാനം. പ്രത്യേക അന്വേഷണ സംഘം 35 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 21 തുടക്കത്തിലെ ഒഴിവാക്കിയിരുന്നു. ബാക്കി വന്ന 14 കേസ് കൂടി അവസാനിപ്പിച്ച് ഈ മാസം തന്നെ കോടതികളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയുന്നത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിവാദമായതോടെ ഏതാനും പേർ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 40 കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ നടന്മാരായ മുകേഷ്, മണിയമ്പിള്ള രാജു, സിദ്ദിഖ്, സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവരുടെ പേരിലടക്കം 30 കേസുകളിൽ കുറ്റപത്രവും നൽകി. ഈ കേസുകൾ തുടരും. അതേസമയം മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ജനറൽ ബോർഡ് 22-ന് കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ചേരും. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരുമെന്ന് ആവശ്യപ്പെടാൻ കഴിഞ്ഞ മാസം ഒടുവിൽ ചേർന്ന അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു.